നമസ്കാരം. താരിഫ് യുദ്ധത്തിൽ അമേരിക്കൻ ഭീഷണി ചെവിക്കൊള്ളില്ല എന്ന ശക്തമായ നിലപാടിന് പിന്നാലെ അമേരിക്കയെ വീണ്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയെ പിണക്കിയാൽ പിന്നാലെ ഇങ്ങനെ ഒരു പണി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഇനി എന്താണ് ഇന്ത്യ കരുതി വെച്ചിരിക്കുന്ന പണി എന്നറിയണ്ടേ? അതായത് F-35 എന്ന ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാഗ്ദാനം തള്ളിയിരിക്കുകയാണ് ഇന്ത്യ. റഷ്യൻ ആധുനിക പോർ വിമാനങ്ങളായ Su-57 വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇതു സംബന്ധമായി ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് സൂചന. ഇതോടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 ശേഷം റഷ്യയുമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഇടപാടായി ഇത് മാറും. യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ അമേരിക്ക വേണോ റഷ്യ വേണോ എന്ന രണ്ടു മനസ്സിൽ നിന്നിരുന്ന ഇന്ത്യക്ക് തുടക്കം മുതൽ പ്രിയം റഷ്യൻ യുദ്ധവിമാനത്തോട് തന്നെയായിരുന്നു. എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന റഷ്യ തന്നെ മതി, ഇനി അങ്ങോട്ടും ഇന്ത്യക്ക് എന്തിനും ഏതിനും പോകുന്ന പങ്കാളിയായി എന്ന സന്ദേശമാണ് പുതിയ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ നൽകാൻ ശ്രമിക്കുന്നത്. യുദ്ധവിമാന വിപണിയിൽ ശക്തമായി ഏറ്റുമുട്ടുന്നതും അമേരിക്കയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ F-35 റഷ്യയുടെ അതേ തലമുറയിലുള്ള Su-57 തമ്മിലാണ്. ഈ വിമാനങ്ങൾ ബാംഗ്ലൂരിൽ നടന്ന എയ്റോ ഇന്ത്യയിൽ മാറ്റുരച്ചപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നത് റഷ്യയുടെ Su-57 ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. Su-57 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യൻ സേനയ്ക്ക് കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ നയതന്ത്രപരവും ദീർഘവീക്ഷണപരവുമായ കാരണങ്ങൾ ഉള്ളതിനോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ചുമത്തലും പ്രധാന ഘടകമായി മാറുന്നു. കഴിഞ്ഞ 80 വർഷത്തിലേറെയായി ഇന്ത്യയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ സൈനിക പങ്കാളിയാണ് റഷ്യ. സുദീർഘമായ ഈ ബന്ധം അത്ര എളുപ്പത്തിൽ തകർക്കാൻ അമേരിക്കയ്ക്കോ ട്രംപോ വിചാരിച്ച സാധിക്കുകയൊന്നുമില്ല. ഒരിക്കലും അത് സാധിക്കുന്ന കാര്യവുമല്ല. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ ഭൂരിഭാഗം ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. അതിനാൽ തന്നെ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ കൈകാര്യം ചെയ്യുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എളുപ്പത്തിൽ തന്നെ കഴിയും. റഷ്യ തന്നെയാണ് നല്ല ചോയ്സ് എന്ന് ഇന്ത്യ കരുതുന്നതിൽ വേറെയുമുണ്ട് പല പ്രധാന കാരണങ്ങൾ. യുദ്ധവിമാനങ്ങളുടെ വാങ്ങലും വില മാത്രമല്ല, അവയുടെ പരിപാലനവും ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റിനെ കാര്യമായി ബാധിക്കും. F-35 അപേക്ഷിച്ച് Su-57 വിലയും കുറവാണ്. റഷ്യൻ സാങ്കേതിക വിദ്യ താരതമ്യേന ലളിതമായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ചിലവും കുറവാണ്. സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കാരണം F-35 പരിപാലനം വളരെ ചെലവേറിയതാണ്. ഒരു റഡാറിനും കണ്ടെത്താൻ കഴിയില്ലെന്ന് അഹങ്കരിച്ച F-35 നിർമ്മാതാക്കളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റഡാറുകൾ ബ്രിട്ടന് അമേരിക്ക നൽകിയിരുന്ന F-35 കണ്ടെത്തി ലോക്ക് ചെയ്തതും സാങ്കേതിക തകരാർ ഉണ്ടാക്കിയിരുന്നതും. ഇതുമൂലം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് നിർബന്ധിക്കപ്പെട്ട ഈ വിമാനത്തിന് പിന്നീട് എത്ര നാൾ മഴ കൊണ്ട് കേരളത്തിൽ കിടക്കേണ്ടി വന്നു എന്നതും ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. മാത്രമല്ല, റഷ്യ ഉക്രൈൻ സംഘർഷത്തിനിടയിലും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലും നിരവധി F-35 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ S-57 മുട്ടി നിൽക്കാനുള്ള ശേഷി F-35 ഇല്ല എന്നാണ് റഷ്യൻ ആയുധ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച